വീണ്ടും റിവൽ ടുഡേയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ തിങ്കൾ മുതൽ ഈ ഭാഗം യശയ്യാവിൻ്റെ 61 മുതൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ഭാഗം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വായിക്കുന്നൊരു ഭാഗമാണ്. ആമേൻ. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതലയെന്നും പേരാകും. കർത്താവിലായിരിക്കുന്ന ദൈവമക്കളെക്കുറിച്ച് യശയ്യാവ് പറയുകയാണ്. 61:3 ഒടുവിലുള്ള ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത്. നീതിവൃക്ഷങ്ങൾ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആ വചനം പറയുന്ന വിതയ്ക്കുന്നവൻ വിത്തും തിന്മാൻ ആഹാരവും നൽകുന്നവൻ വിതയും നൽകി പൊലിപ്പിക്കുകയും നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും. നീതിയുടെ വൃക്ഷത്തിൽ നിന്ന് എന്താണ് വെളിപ്പെടുന്നത്? നീതിയിൽ നിന്ന് വെളിപ്പെടുന്ന ഫലങ്ങളാണ് ദൈവിക ഫലങ്ങൾ. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇന്ദ്രിയജയം, വിശ്വസ്തത. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്ന നീതിവൃക്ഷം എന്നൊക്കെ പേരാകും. അവർ യഹോവയുടെ നടുതലയെന്ന്. അതാണ് വചനം പറഞ്ഞത്. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ അവൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും, വാർദ്ധക്യത്തിലും ഫലം കായ്ക്കും. പച്ച പിടിച്ചും പുഷ്ടി പിടിച്ചിരിക്കും. ഏതെങ്കിലും സാഹചര്യങ്ങൾ പറഞ്ഞാൽ തനിച്ചാണ്, എനിക്ക് ആരുമില്ല, മക്കളെന്നെ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ മക്കളെ വിദേശിച്ച് എനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞ് വാർദ്ധക്യത്തിൽ അല്ലെങ്കിൽ ശരീരം ക്ഷീണിച്ച് ബലഹീനതയോടെ ആരും എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ സന്ദേശമാണെങ്കിൽ ക്ഷീണിച്ച് തളർന്നിരിക്കേണ്ടവരല്ല. കാലേബിൻ്റെ ദൈവം നമ്മുടെ ദൈവം, മോശയുടെ ദൈവം നമ്മുടെ ദൈവം, ദുർഗായുസോടെ നമ്മെ തൃപ്തിവിടുന്ന ദൈവം ആയിരിക്കുന്നിടത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് പകരം നിങ്ങളുടെ ദൈവത്തിലൂടെ നോക്കി. വചനം പറയുന്നു ഇങ്ങനെയാണ്, പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങൾ കാഴ്ചയാലല്ല ഞങ്ങൾ നടക്കുന്നത്, വിശ്വാസം. എന്താ കാഴ്ച? കാഴ്ച നോക്കുമ്പോൾ തന്നെ കല്ലെറിയാൻ വരുന്നു, തനിക്കെതിരെ യഹൂദന്മാർ നിൽക്കുന്നു, മഹാപുരോഹിതന്മാർ നിൽക്കുന്നു, യേശുവിൻ്റെ നാമം പറയുന്നു. പക്ഷെ താൻ പറയുമോ, ഞാൻ വിശ്വാസ കണ്ണോട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ കർത്താവിനെ നോക്കിക്കൊണ്ടാണ് ഞാൻ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങളില്ല. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകലെന്നെ കേൾക്കുന്ന ദൈവവേദന യേശുവിൽ നീ സ്വീകരിക്കുമ്പോൾ ദൈവം തരുന്ന നീതിയുണ്ട്. ന്യായപ്രമാണത്തിൻ്റെ നീതിയല്ല, സ്വയനീതിയല്ല, കർമ്മനീതിയല്ല. യേശുവിൽ വിശ്വസിക്കും. ആ നീതി എന്ന് പറഞ്ഞാൽ ആ ജസ്റ്റിഫിക്കേഷൻ, നോ മോർ കണ്ടംനേഷൻ. ആർക്കും നിന്നെ വിധിക്കാനൊക്കത്തില്ല. അതാണ് ദൈവം തിരഞ്ഞെടുത്തവനെ ആർക്കും കുറ്റം ചുമത്തും. ദൈവം അനുകൂലമാണെങ്കിൽ പ്രതികൂലമാർ. ആ ആലയത്തിൽ നട്ടവർ, രക്ഷിക്കപ്പെടുന്നവരെ ദിനപ്രതി കർത്താവിൻ്റെ സഭയോട് ചേർത്ത് പോകുന്നു. അവിടെ ദൈവിക ഫലങ്ങൾ ഒഴുകും. അവിടെ ദൈവകുറുബ നിന്നിൽ വെളിപ്പെടും. ഓരോ ദിവസവും മാനിച്ച് ദൈവം നടത്തും. നീതിവൃക്ഷമാണെങ്കിൽ ആറ്റരുകത് നട്ടിരിക്കുന്ന തക്കകാലത്ത് ഫലം കായ്ക്കുന്നു. ഇലവാടാത്ത വൃക്ഷം പോലെ മാന്യതയോടെ ദൈവം നിങ്ങളെ നടത്തി. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ സ്നേഹത്താൽ നിങ്ങൾ അറിയട്ടെ. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കറിയത്തില്ല, രോഗികളായിട്ടുള്ളവർ ഞങ്ങളെ കേൾക്കുന്ന നിങ്ങൾ സൗഖ്യമാകട്ടെ, ശരീരങ്ങൾ വിടുവിക്കപ്പെടട്ടെ. സത്താൻ്റെ പ്രവൃത്തിയുടെ അവകാശങ്ങൾ കുടുംബത്തിലുണ്ടെങ്കിൽ അഴിഞ്ഞു മാറട്ടെ. ഓ ദീപിലി കീമാനാറാബ. ഒരു വലിയ കൃപ ഇപ്പോൾ തന്നെ റൈറ്റ് നൗ റിസീവർ മറക്കൾ, റിസീവർ അനോയിൻറ്റിങ്. യേശുവിൻ്റെ നാമം അഭിഷേകത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ഒരാഴ്ച പറഞ്ഞത്. അതിൻ്റെ ജീവൻ നിങ്ങളിലേക്ക് വ്യാപരിക്കണം. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമം തന്നെ. നീ കാണും വരെ സർവശക്തനായ ദൈവം നിങ്ങളുടെ ചെറുകടിയിൽ മറയ്ക്കട്ടെ. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഈ രാവിലെ ഇടുന്ന ഡെയിലി ബ്രെഡ് ഷോർട്സ് എല്ലാം 4 മണിക്ക് ഇടുന്ന ഷോർട്സുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ലൈവ് വീഡിയോ വെള്ളി ഞായറും നിങ്ങൾ കാണാൻ മറക്കരുത്. അതുപോലെ അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ധാരാളം.